ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആനന്ദ് വിഷമിച്ച് നിൽക്കണ കാണുമ്പോൾ ഓടി വന്നിട്ട് മോനെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ കെട്ടിപ്പിടിക്കുകയാണ്. ഗോമതി ആണെങ്കിൽ സങ്കടം സഹിക്കാനാവാതെ അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ദേവി എല്ലാവരുടെയും മുഖത്ത് മാറി മാറി നോക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു ഭാഗത്ത് സോഫയിൽ ഇരുന്ന് കാല് രണ്ടുകളും ആ സോഫയിൽ കയറ്റി വെച്ച് അവൾ അങ്ങനെ പൊട്ടിക്കരയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഗോമതിയുടെ അരികിലേക്കായിട്ട് മിത്രയും മീനാക്ഷിയും കൂടി ചെല്ലുകയാണ്. അപ്പോൾ അപ്പുറം ഇപ്പുറവും രണ്ടുപേരും ബെഡിന്റെ അപ്പുറം ഇരിക്കുന്നുണ്ട്. ഗോമതി നടുക്കിലായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ കൈ രണ്ടുപേരിങ്ങനെ വെക്കണ സമയത്ത് വേണ്ട, എന്നോട് ആരും ഒന്നും പറയണ്ട, എന്നെ സമാധാനിപ്പിക്കാനും നോക്കണ്ട എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് മറ്റൊരു സ്ഥലത്ത് ബെഡിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പോയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എൻ്റെ മോൻ്റെ ജീവിതം നശിച്ചു, എൻ്റെ മോൻ എത്ര നാൾ ഇത് മനസ്സിലിട്ടുകൊണ്ട് നടന്നതാണ്, എല്ലാത്തിനും കാരണം അയാളാണ്, അയാൾ ഒറ്റൊരുത്തനാണ് എൻ്റെ മോൻ്റെ ജീവിതം ഇല്ലാതാക്കിയത്, അയാൾ തന്നെയാണ് ഇത് ശരിയാക്കേണ്ടതും എന്നും പറഞ്ഞ് നമ്മുടെ ഗോമതി അങ്ങനെ പറഞ്ഞ കേൾക്കുമ്പോൾ മീനാക്ഷിക്കും അതുപോലെ മിത്രയ്ക്കും ഒന്നും മനസ്സിലാകുന്നില്ല ആരെ കുറിച്ചാണ് അമ്മ ഈ പറയുന്നതെന്ന്. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിന്നും എഴുന്നേറ്റ് നമ്മുടെ ഗോമതി പോകുന്നത് ബാലന്റെ അരികിലേക്കാണ്. അങ്ങനെ ബാലനാണെങ്കിലും അവിടെ ഇരുന്ന് കരയുക തന്നെയാണ്. അല്ല, കരയല്ല, അവനൊന്നും മിണ്ടാനാകാതെ ഇങ്ങനെ കടിച്ചു പിടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്, വിഷമിച്ച് തല കുമ്പിട്ടിട്ട്. അങ്ങനെ ഗോമതി ബാലന്റെ അരികിലേക്ക് ആദ്യം വരുന്നെങ്കിലും തന്റെ മകനെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് മകന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അവനാണെങ്കിൽ ഇരുന്ന് കരച്ചിൽ തന്നെയാണ്. അപ്പൊ അവനെ ഒന്ന് നോക്കിയതിനു ശേഷം ഗോമതി പോകുന്നത് ബാലന്റെ അരികിലേക്കാണ്. എന്നിട്ട് ബാലനെ അവിടെ നിന്നും ഷർട്ടിന് പിടിച്ചിട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങളതല്ലേ എൻ്റെ മോനക്ക് ഇങ്ങനെ ഒരു ജീവിതം കൊടുത്തത്, നിങ്ങളാണ് എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചത്. എൻ്റെ മോന് എത്രയോ നാളിത് സഹിച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്നതാണ്. പല ദിവസങ്ങളിൽ എൻ്റെ മകൻ ഉറങ്ങാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്തൊക്കെ ചിന്തിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇതാണ് മനസ്സിലുള്ളതെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അപ്പോഴും എന്തൊക്കെയോ എൻ്റെ മോന് വിഷമമുണ്ടെന്ന് ഞാൻ അപ്പോഴേ മനസ്സിലാക്കിയിരുന്നു. എല്ലാത്തിനും കാരണം നിങ്ങളാണ്. നിങ്ങളല്ലേ എപ്പോഴും ഉദയഭാനു സാർ എന്ന് പറഞ്ഞിട്ട് ഏതു നേരവും നിങ്ങൾക്ക് വലിയ സംസാരമല്ലായിരുന്നു അയാളെ പറ്റിയിട്ട്. സ്വന്തം മകന് ഒരു ഷർട്ട് ഊരി അല്ലെങ്കിൽ ഷർട്ട് ഇടുന്നത് പോലെയാണോ കല്യാണം കഴിക്കുക എന്ന് വെച്ചത്? അതൊന്ന് ആലോചിച്ചൂടെ? സ്വന്തം മകന്റെ കല്യാണമല്ലേ. ഈ ഉദയഭാനു എങ്ങനെയുള്ള ആളാണെന്നൊന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ? നിങ്ങളത് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളാണ് എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിച്ചത്. അത് ഒരു കല്യാണം എന്ന് പറയുന്നത് അത് ഒരു എല്ലാ രീതിയിലും അന്വേഷിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളത് ചെയ്തില്ല, അതാണ് എൻ്റെ മോനോട് നിങ്ങൾ ചെയ്ത തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വീണ്ടും ആനന്ദിന്റെ അരികിലേക്ക് വരികയാണ്. അപ്പൊ ആനന്ദ് മോനെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നമ്മുടെ ഗോമതി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആനന്ദ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഇവര് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. എഴുന്നേറ്റിട്ട് അമ്മയുടെ അരികിലേക്ക് വരികയാണ്. അപ്പൊ അമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മോനെ എന്ന് പറഞ്ഞ് അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം ഗോമതി ബാലന്റെ അരികിലേക്ക് വീണ്ടും വന്നിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ട്, പക്ഷേ എനിക്ക് നിങ്ങളെ വെറുക്കാനും കഴിയില്ല. എല്ലാ കാര്യത്തിനും ഇവിടെ ഈ വീട്ടിലെ അവസാന വാക്ക് ബാലേട്ടൻ്റെതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാലേട്ടന് തെറ്റ് പറ്റില്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല. ബാലേട്ടന് തെറ്റുപറ്റി, അതാണ് ഇപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. ബാലേട്ടാ, ഇനി എന്താ ചെയ്യാ, നമ്മുടെ മോന്റെ ജീവിതം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞങ്ങനെ പൊട്ടിക്കരയും ചെയ്യുന്നുണ്ട്. അപ്പൊ ബാലനും കരയുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ദേവിയെ കാണിക്കുന്നുണ്ട്. ദേവി അവിടെ ഇങ്ങനെ റൂമിൽ താഴെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവിടേക്കും ഇത്രയും മീനാക്ഷിയും വരുന്നുണ്ട്. അവരിതുപോലെ തന്നെ അപ്പുറപ്പുറം ഇരിക്കുകയാണ്. അങ്ങനെ അവര് കൈ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും കൈ നമ്മുടെ ദേവി ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മിത്രേ, മീനാക്ഷി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാൾക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് കരയുകയാണ്. നിങ്ങളെങ്കിലും അറിയണം എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് അവൾ വീണ്ടും കരയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് ഞങ്ങളോടെങ്കിലും പറയാമായിരുന്നില്ലേ? ഞങ്ങൾ സ്വന്തം അനിയത്തിയെ പോലെയല്ലായിരുന്നു, ഞങ്ങളോടെങ്കിലും ഏട്ടത്തിക്ക് ഈ സത്യങ്ങൾ തുറന്ന് പറയാമായിരുന്നില്ലേ എന്ന് പറയണ കേൾക്കുമ്പോൾ ദേവി പറയുന്നുണ്ട്, മോളെ, ഇതിന്റെ പിന്നിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വിവാഹം കഴിക്കണമെന്നോ അതുപോലെ തന്നെ ആനന്ദേട്ടനെ അച്ഛൻ കണ്ടതിന് ശേഷം അച്ഛനാണ് തീരുമാനിച്ചത് ഇങ്ങനെ ഒരു കല്യാണം വേണമെന്ന്. പക്ഷേ എനിക്ക് അതിലൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല.
അച്ഛൻ്റെ നിർബന്ധത്തിന് പിന്നെ അനിയത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞ് വിദ്യയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് എന്നെക്കൊണ്ട് ഈ ഒരു കല്യാണത്തിന് നിർബന്ധിച്ചത്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ വിദ്യയ്ക്ക് നല്ലൊരു ആലോചന വരില്ല, വിദ്യയുടെ ജീവിതം കൂടി ഞാൻ കാരണമില്ലാതാവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മയും അച്ഛൻ എന്നെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് കള്ളങ്ങൾ പറഞ്ഞെങ്കിലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. തന്നെയല്ല ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴായിട്ട് ഞാൻ സത്യങ്ങൾ തുറന്ന് പറയാൻ നിന്നപ്പോഴും അച്ഛനമ്മയും തന്നെയാണ് സത്യങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞത്. ഇത്രയും നാളും കൊണ്ട് നടന്നിട്ട് ഇനി നീയായിട്ട് കലമുടക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അവരെന്നോട് പറഞ്ഞതാണ്. തന്നെയല്ല അന്ന് ജോലിക്ക് പോയപ്പോൾ, സ്കൂളിൽ ജോലിക്ക് പോയപ്പോൾ ഞാൻ ഈ കാര്യം അമ്മയോട് പറഞ്ഞു. അമ്മയാണ് എന്നോട് പറഞ്ഞത് IT കമ്പനിയിൽ ജോലി കിട്ടി എന്ന് നീ അവിടെ കള്ളം പറയാൻ. അതും അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതൊക്കെയാണ് ഇപ്പം പ്രശ്നങ്ങൾ ഉണ്ടായത്. ഒരിക്കലും ഞാൻ എൻ്റെ ആനന്ദേട്ടനെയോ നിങ്ങളെയോ ഒന്നും ഞാൻ ചതിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞതിനനുസരിച്ച് ഞാൻ കൂട്ടുനിന്നു. അത് എനിക്ക് പറ്റിയ തെറ്റ് തന്നെയാണ്. എനിക്ക് ഒരു ദിവസം പോലും ഈ വീട്ടിൽ ഞാൻ എന്നും പേടിച്ച് തന്നെയാണ്, ഏതൊരു നിമിഷവും ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ പേടിച്ചാണ് ഇത്രയും മീനാക്ഷി ഞാൻ ജീവിച്ചിരുന്നത്. എനിക്കിനി ഒരു ദിവസം ഇതൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസം പോലും സമാധാനത്തോടു കൂടി കഴിഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവി അങ്ങനെ പൊട്ടിക്കരഞ്ഞങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയ്ക്ക് മീനാക്ഷിക്കും എന്ത് പറയണമെന്നറിയാതെ അവരും അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്